നമസ്കാരം സാർ. നമസ്കാരം. മറ്റാരുണ്ട് LDF അല്ലാതെ? എന്താണ് സാർ അതിനൊരു മറുപടി പറയുക? മറ്റാളുണ്ട് LDF അല്ലാതെ, അതാണ് തെളിയിച്ചത്. LDFനെ ജനങ്ങൾ തിരസ്കരിച്ചു കഴിഞ്ഞു, അതിന് സംശയിക്കേ വേണ്ട കാര്യം. സാറേ, സത്യത്തിൽ ഒരു UDF തരംഗം ഉണ്ടായി എന്ന് പറയാൻ കഴിയുമോ നമുക്ക്? തീർച്ചയായിട്ടും തരംഗത്തിൻ്റെ ലക്ഷണങ്ങളല്ലേ കാണിക്കുന്നത്. കാരണം പിണറായി വിരുദ്ധ വികാരം അല്ലെങ്കിൽ LDF വിരുദ്ധ വികാരം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുമെന്ന് വിചാരിച്ചു. BJPക്കും അതുപോലെ തന്നെ കോൺഗ്രസിന്. പക്ഷേ അത് സംഭവിച്ചില്ല. മറിച്ച് ഇത് കോൺഗ്രസിന് അനുകൂലമായിട്ട് വന്നു. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം 2019 പാർലമെൻറ്റ് ഇലക്ഷനാണ്. അന്നൊരു ആൻറ്റി LDF തരംഗമുണ്ടായിരുന്നു. ആ തരംഗം അത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയമായിട്ട്, എന്നുവെച്ചാൽ മതപരമായൊരു വിഷയം, എന്നിട്ട് പോലും ഹിന്ദു മെജോറിറ്റിയുള്ള സ്ഥലങ്ങളിൽ അവർ ജയിപ്പിച്ചത് UDFൻ്റെ സ്ഥാനാർത്ഥി, BJPയുടെ സ്ഥാനാർത്ഥിയല്ല. അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. അതിൻ്റെ മനഃശാസ്ത്രം ഒന്ന്, അവരുടെ മുഖ്യ ശത്രുവിനെ തോൽപ്പിക്കാൻ, ജനത്തിൻ്റെ മുഖ്യ ശത്രുവിനെ തോൽപ്പിക്കാൻ ശേഷിയുള്ള ആളിനെ അവർ വോട്ട് ചെയ്തു. വളരെ സിമ്പിളാണ്. അതിൻ്റെ ബലവാനെ കൂട്ടുപിടിച്ചു. അപ്പോൾ UDF വന്നെങ്കിലേ അവർക്ക് പറ്റുമെന്നറിയാം. പിന്നെ രണ്ടാമതൊരു കുഴപ്പം, ഈ ഇലക്ഷന് പറ്റിയ ഒരു പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ, BJP CPMനെ എതിർക്കുന്നതിൽ സത്യസന്ധതയും ആർജവവും കാണിച്ചില്ല എന്നൊരു ചിന്ത ജനങ്ങളിൽ, ഹിന്ദുക്കളുടെ ഇടയിലുണ്ടായി. അതിൻ്റെ കാരണം SMC ലാവ്ലിൻ കേസ് എത്ര പ്രാവശ്യം മാറ്റിവെച്ചു, നമ്പർ 1. നമ്പർ 2, നിസ്സാരം അല്ല, ഇച്ചിരി ഗൗരവമുള്ള കാര്യമാണെന്ന് വിചാരിച്ചു എങ്കിൽ പോലും കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനൊരു കാര്യമായ റീസണൊന്നും ഇല്ലാതാണല്ലോ അറസ്റ്റ് ചെയ്തത്. ഉണ്ടെങ്കിലുണ്ട്, പക്ഷേ അതിനേക്കാൾ എത്രയോ ഗൗരവതരമായ ക്രിമിനൽ കുറ്റമാണ് പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യം. അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിച്ചില്ലേ, ആ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ ഇടതുപക്ഷത്തിനെ സഹായിക്കുന്ന, സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചത് എന്നൊരു സംശയം, എന്നൊരു ധാരണ പൊതുസമൂഹത്തിലുണ്ടായി. അത് ഹിന്ദുക്കളുടെ ഇടയിലും ഉണ്ടായി. അപ്പം പിണറായിയുടെ സർക്കാരിനോട് ആര് സൗമനസ്യം കാണിച്ചോ അവരോടുള്ള വെറുപ്പായിരുന്നു. അതാണ് അതിൻ്റെ പ്രശ്നം. അതായത് പിണറായിയോടുള്ള വെറുപ്പ് ഈ സഹായിച്ചവർക്ക് നേരെയും ഉണ്ടായി. അത് സ്വാഭാവികമായൊരു കാര്യമാണ്. അതാണ് നടന്ന ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം, ഞാൻ എന്നും പറയുന്നത് പോലെ ഉണ്ടായൊരു പ്രശ്നം, കോൺഗ്രസ് ഒരു ജനകീയ പാർട്ടിയാണ്. അതൊരാൾക്കൂട്ടമാണ്. ആയിക്കോട്ടെ, ആൾക്കൂട്ടം അല്ലേ വോട്ട് ചെയ്യുന്നത്. ജനങ്ങളുള്ളിടത്തിൻ്റെ വോട്ട് വരുന്നത്, മരുഭൂമിയിലല്ലല്ലോ വോട്ടിരിക്കുന്നത്. ജനവാസം ഉള്ളിടത്താണ് വോട്ട് വരുന്നത്. ജനവാസം ഒന്നും ആൾതാമസമുള്ള സ്ഥലമാണ്. കോൺഗ്രസ് ഒരു ആൾക്കൂട്ടമാണ്. ആ ആൾക്കൂട്ടത്തിനെ റീറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന പ്രാദേശിക നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാർ കോൺഗ്രസ്സിലുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തല, VD സതീശൻ, K സുധാകരൻ, ഇങ്ങോട്ട് എടുത്തോളൂ. നമ്മളൊരു ജില്ലയിലെടുത്തു, പ്രാദേശികമായി നല്ല നേതാക്കന്മാർ കോൺഗ്രസ്സിനുണ്ട്. എൻ്റെ ഒരു പൊതുപ്രവർത്തന രംഗത്ത് ഈ BJPയെക്കാളിലും CPMനേക്കാളിലും കുറേ കൂടെ സൗമനസ്യത്തോടെ പെരുമാറുന്ന ധാരാളം നേതാക്കന്മാരുള്ള പാർട്ടി കോൺഗ്രസ്സാണ്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇനി പറയുന്നത്. ആശയപരമായിട്ട് മോദി അധികാരത്തിലിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ പ്രാദേശികമായിട്ട് ഞാൻ കാണുന്ന മോദിയും അമിത്ഷായും അല്ലല്ലോ, അവിടുത്തെ എൻ്റെ ചുറ്റുമുള്ള. അപ്പോൾ അവർ വളരെ സൗമ്യമായിട്ട് പെരുമാറുന്ന ആളുകളാണ് കോൺഗ്രസ്സുകാർ. അതേസമയം CPM അങ്ങനെയല്ല. അവർ വിപ്ലവമായതുകൊണ്ട് അവർ ചിരിക്കത്തില്ല, വിപ്ലവം വരത്തില്ല, അനാവശ്യമായ ഒരു ബലം അല്ല, വിപ്ലവം വരത്തില്ല. അതാണ് പ്രശ്നം. വിപ്ലവം മറ്റന്നാൾ വിപ്ലവം വരാനിരിക്കുകയല്ലേ, അതുകൊണ്ട് ചിരിക്കാൻ ഭയങ്കര മസിൽ പിടിച്ചിരിക്കുകയാണ്. BJP എന്തിനാണ് മസിൽ പിടിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. BJPക്ക് ഒരു കൾച്ചറുണ്ട്, ഒരു ഭാരതത്തിൻ്റെ കൾച്ചറുണ്ട്, അല്ലേ? അപ്പോൾ ആ ഭാരതം, ഇപ്പം നമ്മൾ ഒരു വീട്ടിലേക്ക് ചെന്നാൽ അതിഥി ദേവോ ഭവ എന്നല്ലേ പറയുന്നത്. അത് വീട്ടിലേക്ക് ചെന്നാലും ഓഫീസിലേക്ക് ചെന്നാലും വീട്ടുകാരൻ അറിയണം ഒരു അതിഥി ദേവനാണ് എന്നുള്ള കാര്യം. പാർട്ടി ഓഫീസിൽ ഇരിക്കുന്നവൻ അറിയണം ഒരു അതിഥി ദേവനാണ്. അത് മനസ്സിലാക്കാത്ത വിവരദോഷികൾ എവിടെയെങ്കിലുമൊക്കെ കയറിയിരുന്നാൽ ഉണ്ടാകുന്ന അപകടങ്ങളുടെ ഒരു ചെറിയ ഉദാഹരണമായി കണ്ടത് ഞാൻ ഈ പറഞ്ഞു വന്നത്. അങ്ങനെ കഴിയാത്ത ആളുകൾ ചില ഓഫീസുകളിൽ കയറിയിരിക്കുന്ന, പാർട്ടി ഓഫീസുകളിൽ കയറിയിരുന്നാൽ ഉണ്ടാകുന്ന അപകടങ്ങളുടെ ചെറിയ സൂചനകളാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഇപ്പം ദയനീയമായ ഒരു സ്ഥാനത്ത് നിൽക്കുകയാണ്. BJP ഉദ്ദേശിച്ച പെർഫോമൻസിലേക്ക് ഒന്നും വന്നില്ല. എത്ര സീറ്റ് കിട്ടുമെന്നുള്ളതിനെക്കുറിച്ച് ഉറപ്പില്ല. ഇപ്പം നിയമം തന്നെ റിട്ടേൺ ചെയ്യാൻ പറ്റുമോ അറിയാതെ, കാരണം നെക്ക് ടു നെക്ക് ഫൈറ്റ് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങോട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല, എത്ര സീറ്റ് ഉണ്ടാകുമെന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. എന്തായാലും ശരി, ഒരു കാര്യം കൃത്യമായി പറയാം, പ്രതീക്ഷിച്ച ഒരു പെർഫോമൻസ് BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. പിന്നെ ശക്തമായ ത്രികോണ മത്സരം വന്നിടത്തൊക്കെ അത് സഹായകമായിട്ട് മാറിയത് UDFനാണ്, LDFനല്ല. എന്ന് പറഞ്ഞാൽ BJP പിടിച്ച വോട്ട്
UDFിൻ്റെ വോട്ടല്ല, LDFിൻ്റെ വോട്ടാണ്. സാർ, പക്ഷേ ഇവിടെ ഇപ്പോൾ 2020 BDJs ഇങ്ങനെ ചില പരീക്ഷണങ്ങൾ നടത്തി, ക്രിസ്ത്യൻ ഔട്ട്റീച്ച്, ഇവിടെ എല്ലാം ഈ ഒരർത്ഥത്തിൽ ഇപ്പോൾ തൃപ്പൂണിത്തറ, കൊടുങ്ങല്ലൂർ, ഇവിടെയൊക്കെ ഇത് BJPക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. പക്ഷെ അത് 2020 കൊടുത്തതോടുകൂടി LDFിനെ സഹായിക്കാനാണ് എന്നൊരു ആക്ഷേപം UDF മാത്രമല്ല BJPക്ക് ഉള്ളിൽ നിന്ന് പോലും ഉയർന്നിരുന്നു. അത് സത്യത്തിൽ അത് ശരിയാണോ സാർ? ഈ തെരഞ്ഞെടുപ്പ് ഫലം അത് തെളിയിക്കുന്നുണ്ടോ? അല്ല, ഞാനൊരു ഉദാഹരണം പറയാം. ചെങ്ങന്നൂർ, എൻ്റെ അച്ഛൻ്റെ വീട് ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂർ എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ എല്ലാവരും BJP ആണ്. അവരെല്ലാം BJP. പണ്ട് നേരത്തെ കോൺഗ്രസ് ആയിരുന്നു, അത് മുഴുവൻ ഷിഫ്റ്റ് ചെയ്തപ്പോൾ BJP. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ സഞ്ജീവ് വചസ്പതിയെ നേരെ അരിപ്പാട്ടേക്ക് വിട്ടപ്പോൾ അവർക്ക് ചോദിച്ചു, എന്തിനാ ഈ അരിപ്പാട്ടേക്ക് ഇയാളെ വിട്ടത്? രമേശിനെ തോൽപ്പിക്കാനാണോ? രമേശിനെ തോൽപ്പിക്കാൻ, അയാൾ എങ്ങനെയെങ്കിലും ജയിച്ച് വരട്ടെ, എന്തിനാണ് അയാളെ തോൽപ്പിക്കാൻ അങ്ങോട്ട് ആളിനെ വിട്ടത്? ഒരു സംശയം. 2, അയാളെ മത്സരിപ്പിക്കാൻ പറ്റുന്ന ചെങ്ങന്നൂരല്ലേ? ചെങ്ങന്നൂർ തോൽവിയിൽ റെക്കോർഡ് സൃഷ്ടിച്ച അവിടുത്തെ ജില്ലാ പ്രസിഡന്റിനെയാണ് അവരവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. എന്നിട്ട് ഇവരെല്ലാം നല്ല സെൻസുള്ള ആളുകളാണ്, നല്ല സെൻസും സെൻസിബിലിറ്റിയും ഒക്കെ ഉള്ളവരാണ്. അവർ ചോദിച്ചു, സജി ചെറിയാൻ സ്വാധീനിച്ചല്ലേ അയാളെ അവിടെ മാറ്റി ഇതിവിടെ കൊണ്ടുവന്നത്? വലിയ നെഗറ്റീവായിട്ട് BJPക്ക് വന്ന ഒരു സംഭവമാണ് ഇത്. 2, അത് അവിടെ മാത്രമല്ല സാർ, മറ്റു പല സ്ഥലങ്ങളിലേക്കും. 2, എനിക്കറിയാവുന്ന മണ്ഡലമാണ് റാന്നിയിൽ ഒരുപാട് ബന്ധുക്കളുണ്ട്. റാന്നിയിൽ പെന്തിക്കോസുകാരനെ 2020 കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആരെയും ചോദിച്ചു, ശബരിമല ഇരിക്കുന്ന ഇയാളെ എന്തിനാണ് നിർത്തിയിരിക്കുന്നത്? അതുകൊണ്ട് പലരും വോട്ട് ചെയ്യാൻ പോയില്ല. വോട്ടിംഗ് പെർസെൻറ്റേജ് 70% മാറി. സ്റ്റേറ്റ് ആവറേജ് ഇവിടെ നിൽക്കുന്നു. കോന്നിയിലും ഇഫക്റ്റീവായ സ്ഥാനാർത്ഥിയിൽ 42,000 വോട്ട് പിന്നെ K. സുരേന്ദ്രൻ പിടിച്ച നല്ല പേരോട്ടമുള്ള സ്ഥലമാണ് BJPക്ക്. BJP ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ് അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കാണിച്ചത്. അങ്ങനെ BJPയും LDFുമായി എന്തോ ചില ധാരണയുണ്ട് എന്നുള്ള കാര്യം കേരളത്തിലെ മധ്യവർഗത്തിൻ്റെ മനസ്സിൽ രൂഢമൂലമായിട്ട് വന്നു. അതാണ് ഞാൻ പറഞ്ഞ SMC ലാബിൽ തൊട്ട് സ്ഥാനാർത്ഥി നിർണയം വരെയുള്ള കാര്യങ്ങളിൽ വലിയ പിഴവുകൾ പറ്റി. പിന്നെ എപ്പോഴും പിണറായി വിജയനെ പ്രതിക്കൂട്ടി നിർത്തുന്ന കാര്യത്തിലോ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുക്കുന്ന കാര്യത്തിലോ, അതായത് ചോദിച്ചു പറഞ്ഞ കേജ്രിവാളിനോട് സ്വീകരിച്ച സമീപനം എന്തുകൊണ്ട് പിണറായി വിജയനോട് സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു സംശയം വന്നതിൻ്റെ കാര്യം. പക്ഷേ ഇതിനകത്ത് വേറെ ഒരു ഇഫക്റ്റ് വരാൻ സാധ്യതയുള്ളത് 2026 അവസാനത്തെ ഇലക്ഷനൊന്നുമല്ല. ഞാൻ കാണുന്നത് ഈ തകർച്ചയിലാണ് BJPയുടെ വളർച്ച വരുന്നത്. കാരണം ഒരു പഴയ ഇരുന്ന് പൊളിഞ്ഞ വീട് എത്ര റിപ്പയർ ചെയ്ത് വെച്ചാലും അതിലൊന്നും ശരിയാകുകയില്ല. എപ്പോഴും ചൂരുകയും മരപ്പെട്ടി വരികയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. പഴയ താട്ടുള്ള വീട് നമുക്ക് അറിയാം, അതിലൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. അപ്പം അത് പൊളിച്ച് കളഞ്ഞേച്ച് പുതിയ വീട് ഈ മാരാർജി ഭവൻ ഉണ്ടാക്കിയതുപോലെ പാർട്ടി താഴെന്ന് കെട്ടിപ്പടുക്കണം. താഴെ ജനകീയരായ നേതാക്കളെ കണ്ടെത്തണം. പ്രാദേശികമായ ചുമതല അവരെ ഏൽപ്പിക്കണം. കാലാകാലങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത് ആഹ്ലാദമാക്കി പിരിവ് കൊള്ളയടിച്ചുകൊണ്ട് പോയ ഒരു വിഭാഗം ആളുകളുണ്ട്. അവരെ നിർദാക്ഷിണ്യം ഇതിൽ നിന്ന് ഒഴിവാക്കണം. അവർക്കൊരിക്കലും ജയിക്കാൻ പറ്റില്ല. ഇവിടെ ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞപ്പോൾ പല എൻ്റെ സുഹൃത്തുക്കളും വിളിച്ച് പറഞ്ഞിങ്ങനെ പറഞ്ഞത് ശരിയായില്ലല്ലോ. BJPയിലെ ചില ഈ സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ സ്ഥാനാർത്ഥിയുടെ പേര് ചർച്ചയിൽ വരും. പേപ്പറിൽ കാണുമല്ലോ, ഇന്നടത്താണ്. ആ ചർച്ചയിൽ ഈ ചില സ്ഥാനാർത്ഥികളുടെ പേര് വരുമ്പോഴേ അവൻ തോറ്റിരിക്കും. അപ്പോൾ ജനം വിചാരിച്ചിരിക്കുന്ന വരുന്നുണ്ട്, എങ്ങനെയും തോൽപ്പിക്കണം. ആൾ വന്നില്ല, ചർച്ചയിൽ ആളുടെ പേര് വന്നേ ഉള്ളൂ, അയാൾ തോറ്റിരിക്കും. 2, നോമിനേഷൻ കൊടുക്കുമ്പോഴേ തോക്കും. നോമിനേഷൻ കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലായി കൊള്ളാം, തോൽപ്പിക്കും. പിന്നെ കുറച്ച് സർവൈവ് ചെയ്യുന്നത് ഇലക്ഷൻ വരെയാണ്. തെരഞ്ഞെടുപ്പിനെ നോക്കുന്നത് സ്വാഭാവികമാണ്. കാരണം തെരഞ്ഞെടുപ്പിന് വോട്ട് കൂടിയോ കുറഞ്ഞോ വോട്ട് ചെയ്താലേ ജയിക്കത്തുള്ളൂ. അപ്പം പരിപൂർണമായ പരാജയം സ്ഥിരമായി ഏറ്റുവാങ്ങുന്ന കുറച്ച് സ്ഥാനാർത്ഥികൾ BJPയിലുണ്ട്. എന്നാൽ അവർ പെർഫോമൻസും മെച്ചപ്പെടുത്തി പോകുന്ന ആളുകളുമുണ്ട്. അപ്പോൾ അത് രണ്ടായിട്ട് കാണണം. നില മെച്ചപ്പെടുത്തി പോകുന്ന നേതാക്കന്മാരെ അവർക്കത് നില മെച്ചപ്പെടുത്താൻ അവസരം കൊടുക്കണം. നില താഴോട്ട് കൊണ്ടുപോകുന്ന നേതാക്കന്മാരെ, ഈ പടവലങ്ങ പോലെ വളരുന്ന ചില നേതാക്കന്മാർ BJPയിലുണ്ട്. അപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്ത് നിർത്തുക, തിരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് അവരെ മാറ്റി നിർത്തുക. അതാണ് BJPക്ക് വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ പിന്നെ ആര്യ പറഞ്ഞതുപോലെ കടുത്ത അപരാധമാണ്, തെറ്റെന്നല്ല ഞാൻ പറയുന്നത്, കടുത്ത അപരാധമാണ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം അങ്ങാടിയാണെന്നോ പച്ചമരുന്നാണെന്നോ എന്നറിയാൻ പാടില്ലാത്ത ഏതോ ആത്മാക്കളാണ് ഈ തീരുമാനമൊക്കെ എടുത്തിരുന്നത്. അതാണ് അതിൻ്റെ. അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ
ഇത്രയും വലിയൊരു വീഴ്ച ബി ജെ പിക്ക് ഉണ്ടാകാൻ സാധ്യതയില്ലായിരുന്നു. പക്ഷേ ഇവിടെ ബി ജെ പിക്ക് വലിയൊരു അവസരം കിട്ടിയിരിക്കുന്നു. കാരണം കോൺഗ്രസ് എപ്പോഴൊക്കെ മൃഗീയമായ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയോ അപ്പോഴൊക്കെ അവരുടെ തകർച്ചയും തുടങ്ങിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇത് വലിയ തമ്മിത്തലിലേക്ക് തന്നെ കോൺഗ്രസ് പോകും. കാരണം കോൺഗ്രസ്സിന് ഒരേ സമയം അവർ വോട്ട് ചെയ്ത ഹിന്ദുക്കളെയും അതുപോലെ തന്നെ അവർ വോട്ട് ചെയ്ത പിന്നെ ന്യൂനപക്ഷത്തിനെ, പ്രത്യേകിച്ച് മുസ്ലിംസിനെയും, മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് നല്ല ഉദ്ദേശിക്കുന്നത് അത് ജമാഅത്തെ ഇസ്ലാമി അതുപോലുള്ള ആളുകളെ അവർക്ക് തൃപ്തിപ്പെടുത്തി പോവുക അത്ര എളുപ്പമല്ല. അപ്പം ഇത് വരാൻ പോകുന്ന വെല്ലുവിളി, ഇതിപ്പോൾ എന്ത് പറഞ്ഞാലും കേരളം കമ്മ്യൂണലായിട്ട് 3 വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റിൽ തന്നെ നിൽക്കുകയാണ്. ആ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ കുറേ കാലത്തേക്ക് കേരള സമൂഹം തുടരുകയും ചെയ്യും. ഇപ്പോൾ ചാനലിൽ വന്നിരുന്ന ചില അവതാരങ്ങളൊക്കെ ജാതി മതം അതിനത്തിന് അതീതമായി മതേതരത്വം എന്നൊക്കെ വിളമ്പുന്ന ചില ജേർണലിസ്റ്റുകളുണ്ട്. അത് ജേർണലിസ്റ്റുകളാണ്, അത് ഞാൻ വിടുന്നു. കാരണം കേരളത്തിൻ്റെ പൊതുസമൂഹം എങ്ങനെ വിഭജിക്കപ്പെട്ടു, ആര് വിഭജിച്ചു, ഏത് അടിസ്ഥാനത്തിൽ വിഭജിച്ചു, എന്തുകൊണ്ട് വിഭജിച്ചു, അതിന് മാധ്യമങ്ങൾ പങ്കുണ്ടോ, ഈ സ്റ്റുഡിയോയിലിരുന്ന് അലറുന്ന ഈ ജന്മങ്ങൾക്ക് പങ്കുണ്ടോ, ഇതൊന്നും ആലോചിക്കാതെ അങ്ങ് പറയുകയാണ്. വലിയ കേരളത്തിൽ ഇവരുടെ സുവർണ്ണ യുഗമാരൊന്നുമല്ല. ഈ ഇലക്ഷൻ വന്നതും ഈ പിന്നെ ധ്രുവീകരണം ഒരു വലിയ പരിധി വരെ ഈ ഇലക്ഷൻ റിസൾട്ടിനെയും സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റിസൾട്ടിൻ്റെ ഒരു പോക്ക് കണ്ടിട്ട് UDF കംഫർട്ടബിളായിട്ടുള്ള മെജോറിറ്റിയിൽ വരാനാണ് ഇപ്പോഴത്തെ ഒരു സാധ്യത കാണുന്നത്. പക്ഷേ അത് BJPയുടെ ഒരു തകർച്ചയായിട്ട് ഞാൻ കാണുന്നില്ല. BJPയുടെ ഒരു വളർച്ചയുടെ 1ാം ഘട്ടമായിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. തീർച്ചയായിട്ടും സാർ, സമ്പൂർണ്ണമായ റിസൾട്ട് വരട്ടെ. നമുക്ക് കൂടുതൽ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. നന്ദി. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.